ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉല്ലാസ് പീച്ചി, ഉല്ലൂസ് ഫിഷിംഗ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഞാനിന്ന് ഇപ്പോൾ ഉള്ളത് കരുവന്നൂരാണ്. കരുവന്നൂർ പുഴയിൽ ഇന്ന് ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയോട് കൂടിയാണ് എത്തിയേക്കണത്. അപ്പോൾ നമ്മൾ 3 ചൂണ്ട ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒരു 3:30 ശേഷമാണ് നമ്മൾ ചൂണ്ട ഇട്ടത്. അപ്പോൾ ഇതുവരെ ഒറ്റ മീനും അടിച്ചിട്ടില്ല. അപ്പോൾ വൈകുന്നേരമാണ് പ്രതീക്ഷ. അപ്പോൾ 2 ദിവസം തങ്ങാനായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ നമ്മളിന്നൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതായത് രാത്രി ചൂണ്ട എറിഞ്ഞിടുന്നുണ്ട്, വല്ലതും അടിക്കുകയാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചൂണ്ടയിൽ ഇതൊരു ഹുക്കാണ്. ഈ ഹുക്കിൽ നിന്നൊരു വള്ളി കണക്ട് ചെയ്ത് 2 ചൂണ്ടയാണ് രാത്രി എറിയണുള്ളൂ. ആ 2 ചൂണ്ടയിൽ നിന്ന് വള്ളി കണക്ട് ചെയ്തിട്ട് നമ്മൾ കിടക്കണ ആ ഒരു സ്പോട്ടിലേക്ക് ബെല്ല് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ബെല്ല് വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും 2 ഫോണിൽ വിളിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ തങ്ങണ സ്ഥലം. ഇന്ന് ഞാൻ തന്നെയുള്ളൂ, സുരേഷില്ല. മീൻ അടിക്കുകയാണെങ്കിൽ സ്റ്റിക്ക് അണഞ്ഞു കഴിയുമ്പോൾ ഇത് ഓൾറെഡി ഇങ്ങനെ അടിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഒരു മീൻ പകലടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണിച്ചു തരാറ്. അപ്പോൾ ഇന്നാളെന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ രാത്രി മീൻ അടിച്ചിട്ട് അറിഞ്ഞില്ല, ബെല്ല് കിലങ്ങണമെന്ന് കേട്ടില്ല. അപ്പോൾ മീൻ കാട്ടി കയറിപ്പോയി. എന്നാലും കിട്ടി അതിനെ. നമ്മുടെ ചൂണ്ട സ്പോട്ടിൽ മീൻ മറയുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 8 മണി 9 മണി 10 മണി വരെയൊക്കെ നോക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങാറാണ് പതിവ്. പിന്നെ വെളുപ്പിനാണ് നോക്കണത്. അപ്പോൾ 2 ദിവസം സ്റ്റേക്കാണ് വന്നേക്കണത്. അപ്പോൾ നമ്മുടെ സംവിധാനം എങ്ങനെയാണ് വർക്കൗട്ട് ആവുക എന്നുള്ളതൊക്കെ ഇപ്പോൾ ഒരു മീനടിച്ചാൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്ന് പതുക്കെ കൊത്താനുള്ളൊരു ഇതൊക്കെ കാണുന്നുണ്ട്. ഒന്ന് ചെറുത് നൈസായിട്ട് തട്ടിയായിരുന്നു ഈ ഒരു സ്റ്റിക്കിൽ. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് തന്നെ മീനടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മീനടിക്കുമ്പോൾ കാണാം. അതുവരെ ബൈ. അങ്ങനെ കൂട്ടുകാരെ, സമയം ഏകദേശം 8 മണിയോളമായി. അപ്പോൾ നമുക്കിതുവരെയായിട്ടും ഒരു മീൻ പോലും അടിച്ചിട്ടില്ല. നമുക്ക് മീനടിക്കും. എന്തായാലും ഒരു മീൻ പോലും കിട്ടാത്തൊരവസ്ഥയിൽ ഒരു കൂട്ടത്തിനുള്ള മീൻ പിടിക്കുക, അതാണ് നമ്മുടെ വിജയം. അപ്പോൾ നമുക്കെന്തായാലും നേരം വെളുക്കണേക്കാളും മുന്നേ മീൻ അടിക്കുമെന്ന് പ്രതീക്ഷിക്കണം. 3 ചൂണ്ട ഓൾറെഡി കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങിപ്പോയാലും നമുക്ക് മീൻ ചൂണ്ടലടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ വേണ്ടിയിട്ട് ഇൻട്രോയിൽ കാണിച്ച മാതിരി ബെല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചൂണ്ടയിൽ മീനടിച്ച് കഴിഞ്ഞാൽ എന്താ ഇതുപോലെ നമുക്ക് ബെല്ലടിക്കും. അപ്പോൾ നമ്മുടെ ഷെഡിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് നോക്കി നല്ല ഇരുട്ടാണ്. അപ്പോൾ ചന്ദനത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊതുക് തിരിയാണ്. ആൾ തട്ടിപ്പോകുമ്പോഴാണ് തലയ്ക്കപ്പുറത്ത് ചന്ദനത്തിരി വെച്ച് കത്തിച്ച് വെക്കണ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ കൊതുക് ഭയങ്കര ശല്യമാണ്. കൊതുക് ആളെ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഈ ബെല്ലിൻ്റെ കിലുക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും മീൻ കിട്ടുമെന്നുള്ള കാര്യം ഗ്യാരണ്ടി. അപ്പോൾ തൽക്കാലം നമ്മൾ മെഴുകുതിരിയൊക്കെ ഓഫ് ചെയ്തിട്ട് കിടക്കുകയാണ്. ഇനി ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മാത്രമാണ് എനിക്ക് പോകുന്നത്. അപ്പോൾ രാത്രിയുള്ള വീഡിയോ സുഖകരമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്കിലും നമുക്ക് നോക്കാം. അപ്പം ബെല്ലിൻ്റെ കിലുക്കത്തിന് വേണ്ടി കാതോർത്ത് അപ്പോൾ നിങ്ങളോട് തൽക്കാലം ഗുഡ് നൈറ്റ് പറയുകയാണ്. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് കാര്യമായിട്ടുള്ള മീനൊന്നും കിട്ടിയിട്ടില്ല. ആകെ ഒരു റോഹ് മാത്രമാണ് കിട്ടിയത്, ഒരു മഞ്ഞക്കൂരി. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണ മീൻ വെള്ളത്തിൽ പല സഞ്ചിയിലാക്കി ഇട്ടുണ്ട്. അപ്പോൾ നൈറ്റ് നമ്മൾ 2 ചൂണ്ട മാത്രമാണ് ഇട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചൂണ്ട നമ്മൾ അഴിച്ചു വെച്ചു. അപ്പോൾ നമ്മളിന്നലെ ഉറക്കത്തിൽ മീനടിച്ചാലും അറിയാനുള്ളൊരു സംവിധാനം എഫക്റ്റീവായിരുന്നു കേട്ടോ. ഇന്ന് പകലൊരു മീനടിച്ചാൽ കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഒരുക്കിയ സംവിധാനം. നമ്മൾ ചൂണ്ടയിൽ മീനടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നിടത്തുള്ള
കിടക്കുന്നിടത്ത് നമ്മൾ ബെല്ല് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കിലുങ്ങുമ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ ആ ഒരു സംവിധാനം എന്തായാലും സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ മീൻ കിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ മീൻ കിട്ടില്ല എന്ന് എനിക്ക് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ടൊരു കളം നമുക്ക് ചൂണ്ടിടുന്ന സ്പോട്ട് ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മൾ മീൻ കിട്ടണമെങ്കിലും ആ ഒരു കളത്തിൽ വന്ന് ചൂണ്ടയിടും. എന്നിട്ട് ബാലൻസ് തീറ്റ അവിടെ എറിഞ്ഞിട്ടിട്ട് പോവുകയും ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ പരിസരത്ത് നിന്ന് മീൻ വിട്ടു പോകാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഗുണം പിന്നീട് ലഭിക്കും നമുക്ക്. അപ്പോൾ ഇതിലൊരു പക്ഷേ മീൻ കിട്ടില്ലായിരിക്കാം, നിരാശയില്ല. കാരണം കിട്ടുന്ന ദിവസം അതുമാതിരി നമ്മൾ പിടിക്കും. അപ്പോൾ ഇത് നമുക്ക് പിന്നീട് ഉള്ള ഒരു ഗുണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രസക്തി എന്ന് പറയുന്നത് ഇത് നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളതാണ്. അതായത് മാസത്തിൽ നമ്മുടെ സ്ഥിരമായിട്ടുള്ളൊരു ചൂണ്ട സ്പോട്ടിൽ മാസത്തിൽ നമുക്ക് മീൻ കിട്ടാത്ത അവസരത്തിൽ 3 ദിവസമെങ്കിലും നമ്മൾ പോയി ചൂണ്ടയിടണം. അപ്പോൾ അതിൽ ലാഭമോ നഷ്ടമൊന്നും നമ്മൾ നോക്കരുത്. അപ്പോൾ അതാണ് ഈ വീഡിയോയുടെ ഒരു കണ്ടൻറ്റ്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് പകൽ കിട്ടുമെന്ന് നോക്കാം. പകൽ കിട്ടാൻ സാധ്യതയില്ല, എന്തായാലും കാറ്റുണ്ടാവും. അപ്പോൾ കാറ്റാണ് മൊത്തത്തിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ജില്ലയിലൊരു മീൻ കിട്ടാനായിട്ട്, കാർപ്പ് ഫിഷ് കിട്ടാനായിട്ടുള്ളൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അതിപ്പോൾ പ്രകൃതിയുടെ ചലനങ്ങളനുസരിച്ചാണ് നമുക്ക് കാറ്റും മഴയൊക്കെ ഇതിൻ്റെ കൊത്തിനെ ബാധിക്കും, നമുക്ക് മീൻ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് 4 മണി വരെ നമ്മൾ നോക്കിയിട്ട് ഇന്ന് നൈറ്റ് തങ്ങണില്ല. അപ്പോൾ 4 മണി വരെ നോക്കിയിട്ട് നമ്മൾ ചൂണ്ടയിടൽ അവസാനിപ്പിച്ച് നമ്മൾ പോവാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച മീൻ വന്നില്ലെങ്കിലും ചൂണ്ടയിട്ടില്ലെങ്കിലും നമുക്കിവിടെ വിഷയമില്ല. ഇനി കൊത്തു തുടങ്ങുമ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്ന് വെറുതെ എറിഞ്ഞാലും നമുക്ക് മീൻ കിട്ടും. അപ്പോൾ എന്തായാലും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ മീൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ മീൻ ചൂണ്ടൽ അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബെല്ലിൻ്റെ എഫക്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ തലത്തേക്ക് വിടാം. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 8 മണി. അപ്പോൾ മീൻ അടിക്കുമ്പോൾ കാണാം. ബായ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചൂണ്ടയിൽ അങ്ങനെ 24 മണിക്കൂറിന് ശേഷം മീൻ അടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടെ കിടക്കുമ്പോൾ നമുക്ക് മീൻ അറിയാനുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചേക്കണത്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കിനകത്താണ് മീൻ അടിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് മീനാണെന്നൊരു പിടുത്തമില്ല. നമ്മൾ മീനടിക്കണ വീഡിയോ അധികം എടുക്കാത്ത കാരണം നിങ്ങളെ നമ്മൾ സ്റ്റാൻഡിൽ വെച്ച് തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ള മീനായിരിക്കണം എന്ന് പ്രതീക്ഷിക്കണം. എന്തായാലും ചൂണ്ട നമുക്ക് ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് നോക്കാം. മീൻ ചൂണ്ടയിലുണ്ട് ഗായ്സ്. ചെറിയൊരു രോഗമാണ്. വലി കണ്ടപ്പോൾ വിചാരിച്ചു തകർത്ത് തരിപ്പണാക്കുന്നു. എന്തായാലും നമുക്ക് അവസാന നിമിഷമാണെങ്കിലും ഒരെണ്ണം അടിച്ചു. അപ്പോൾ അവനെ നമ്മൾ ലാൻഡിങ് നെറ്റ് ഉപയോഗിച്ച് കോരിയുണ്ട്. ചെറുതാണ്, 1.5 കിലോ സൈസ്. അപ്പോൾ എന്തായാലും
പോവാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അപ്പോൾ കറി വയ്ക്കാനുള്ളത് കിട്ടി. ചെറുതാണ് ഇത് 1 കിലോ സൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ മറ്റൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെയധികം ക്ഷമ വേണ്ട ഒരു ഫീൽഡാണിത്. ക്ഷമയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിനോട് മടുപ്പ് തോന്നും. അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കണ എനിക്ക് ഇതാണ് ചൂണ്ട സ്പോട്ടിലെ അവസ്ഥയെങ്കിൽ എന്താ പറയണത്, നിങ്ങൾക്ക് ഇതേ അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ക്ഷമയോടെ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഷിങ്ങിനോട് മടുപ്പ് തോന്നും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്യാൻ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ചൂണ്ടങ്ങടെ തീറ്റ അങ്ങടെ എറിഞ്ഞ് തീറ്റ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അടുത്തെറിഞ്ഞ് അരമണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും രാത്രി തങ്ങാനുള്ള സൈസ് മീനടിയൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം അരമണിക്കൂർ സമയമാണ് നമുക്കുള്ളത്. സന്ധ്യയ്ക്ക് മുന്നേ ഇവിടുന്ന് കടന്നു പോകണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ചൂണ്ടേറിയട്ടെ കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷിങ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ ലാൻഡ് ചെയ്തിട്ട് ഇന്നലെ നൈറ്റ് ഇവിടെ തങ്ങി. ഇന്ന് വൈകുന്നേരം ഇപ്പോൾ ഏകദേശം ഒരു 6 മണി സമയമുണ്ട്. അപ്പോൾ ഈ മീൻ കിട്ടാതിരിക്കണ ഈ അവസരത്തിലും നമുക്ക് ഒരു കറിക്കുള്ള മീൻ എന്തായാലും കിട്ടി. ഒരു കറിക്ക് അല്ല, 2 ചെറിയ ഒരു റോഹു നമ്മൾ ഡേവിസൈഡിന് കൊടുത്തു. ഒരു റോഹു നമ്മുടെ വലസഞ്ചിയിലുണ്ട്. വലസഞ്ചിയിൽ ഉള്ള മീനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 2 തൂളി, ഒരു മഞ്ഞക്കൂരി, ഒരു ചെറിയ റോഹു. അപ്പോൾ ഇന്നത്തെ പുഴയിൽ മീൻ നന്നായിട്ട് മറയുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നൈറ്റ് തങ്ങണില്ല. അപ്പോൾ അതിനുള്ള മെച്ചം നമുക്ക് ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം ക്ഷമ, വളരെയധികം ക്ഷമ വേണ്ട ഒരു ജോബാണിത്. അപ്പോൾ ക്ഷമയുണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന മീൻ നമ്മൾ വിചാരിക്കണ പോലെ അങ്ങനെ അങ്ങ് കിട്ടില്ല. അപ്പോൾ ഇതിന് ഓരോ പ്രക്രിയകളുണ്ട്, അത് പതുക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ സത്യത്തിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, അതായത് ഇതിൻ്റെ ഒരു കിട്ടാത്ത ഓരോ അവസരങ്ങളുണ്ട് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പകർത്തിയത്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഞാൻ ചൂണ്ടിടാൻ വരണതല്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും തൽക്കാലം ബൈ.